ഹേ ഗൈസ്, അപ്പോൾ ഞാൻ എൻ്റെ വാൻ എടുത്തിട്ട് നേരെ നമ്മുടെ ഒരു ഹോസ്പിറ്റലിൻ്റെ അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ വണ്ടിയിലോട്ടേക്ക് കയറിയതും കയറിയ ഭാഗം ഇങ്ങോട്ട് മാറിപ്പോയി ഗൈസ്. അപ്പോൾ നമുക്ക് അപ്പുറത്തേക്കൂടെ ആയിരുന്നു കയറേണ്ട, ചെറിയ കൺഫ്യൂഷൻ വന്നു ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ കയറി പോവാം ഗൈസ്. വണ്ടി എടുത്ത് ഇനി എന്തിനാ നോക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് വേഗം പോകണം. നമുക്ക് ഇവിടെ നിന്ന് നിർത്തണം, ഒരു കാര്യമുണ്ട് ഗൈസ്. ഇവിടെ കയറിയിട്ട് നമുക്ക് നമ്മുടെ ഒരു കാര്യം എടുക്കാനുണ്ട് ഗൈസ്. നമുക്ക് വണ്ടി ഇവിടെ ഇട്ടുകൊണ്ട് നമുക്ക് നേരെ പോവാം. ഇത് നമ്മുടെ ഓഫീസാണ് ഗൈസ്. ഓഫീസിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. ഞാൻ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം ഗൈസ്. വീണു നമ്മളെ പോലെ ഗൈസ് തോന്നിയതാണ് തോന്നുന്നത് ഗൈസ്. അപ്പം ഞാൻ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇവിടെ വന്നില്ലെങ്കിൽ നമ്മൾ എന്തെന്നാ വണ്ടി വിൽക്കണ സ്ഥലമാക്കും, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വല്ല ഷോപ്പാക്കും. എനിക്ക് തോന്നിയതല്ല ഗൈസ്, എന്നെപ്പോലെ ഒരുത്തൻ തന്നെയാണ് അവൻ. അപ്പോൾ നമുക്കതൊന്നും നോക്കണ്ട ഗൈസ്. നമുക്ക് നേരെ വണ്ടിനകത്ത് അങ്ങോട്ട് കയറി പോവാം. നമ്മുടെ വണ്ടിയാണെങ്കിൽ സ്റ്റാർട്ടാക്കി നമ്മൾ പോകാണ്ട്. ഇനിയാണോ ഞാനൊരു നല്ല വ്യത്യാസമുണ്ട്. എന്താ പൊട്ടിയ പോലെ? അയ്യോ വണ്ടി ചളങ്ങി ഗൈസ്, ഫുള്ള് പോയി. കഷ്ടപ്പെട്ട് ഇന്നലെ ശരിയാക്കി കൊണ്ടുവന്നതാ. ഇനിയിപ്പോൾ ഒരു കാര്യമില്ല. അവൻ്റെ വല്ല നല്ല കാറൊക്കെ വാങ്ങിയെടുക്കണം. ഈ കാറ് കുറേ കാലം എൻ്റെ കൂടെ ഇരിക്കണേ. അയ്യോ ഗൈസ്, വഴി തെറ്റി. ഇന്നത്തെ ദിവസം നമുക്ക് നല്ലതല്ല. എന്താ പറ്റിയെന്ന് അറിയില്ല ഗൈസ്. നമുക്ക് നേരെ വഴി ശരിയായ വഴിയിലോട്ടേക്ക് പോവാം. നമ്മൾ ഇടിച്ച വേണ്ടിയത് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ വന്നുണ്ട്. നമുക്ക് സൂക്ഷിച്ചാൽ ഇങ്ങോട്ട് വളയ്ക്കണം ഗൈസ്. തീ പൊട്ടിയതാണ്ടോ പുറകിന്ന് ഗൈസ്. ഞാൻ അത് മോഡിഫൈഡൊക്കെ ചെയ്തതാണ് ഗൈസ്. അപ്പം നമ്മുടെ കൂട്ടുകാരനൊക്കെ കയറിയിട്ട് ഉണ്ടാവും ഗൈസ്. അത് കയറ്റാം ഗൈസ്. നമുക്ക് അവനെ കയറ്റാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേക്കണേ. നമുക്ക് ഇങ്ങനെ നിർത്തിയിട്ട് അവൻ കയറിയിട്ട് കാണാം ഗൈസ്. അവൻ കയറി ഗൈസ്. അപ്പം നമുക്ക് നേരെ പോവാം. നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ടേക്കാണ് ഇവനെ കൊണ്ടുപോകണ്ടേ. അവൻ നമ്മുടെ വീട് ഇതുവരെ കണ്ടിട്ടില്ല. അവൻ നമ്മൾ കുറേ ഡ്രിഫ്റ്റൊക്കെ ചെയ്തിട്ടാണ് കൊണ്ടുപോകണം. അതുകൊണ്ട് രക്ഷപ്പെട്ട് ഇനി നമ്മൾ ഈ വണ്ടിയുടെ ഈ ഭാഗം എന്ത് ചെയ്യുന്നു ഞാൻ ആലോചിക്കണേ. ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ എത്താറൊക്കെ ആയിട്ടുണ്ട്. വീട് കഴിഞ്ഞ് പോയോ എന്ന് സംശയം. വീട് കഴിഞ്ഞ് പോയി ഗൈസ്. നമ്മൾ ബാക്ക് എടുത്ത് തന്നെ പോവാം ഗൈസ്. അവൻ്റെ സാധനങ്ങളൊക്കെ എൻ്റെ വണ്ടിയിലിരിക്കണം ഗൈസ്. ഇടിക്കാതെ എന്നെ കൊണ്ടുപോകണം. അവന് റൂം എടുത്തേക്കുന്നത് ഇവിടെയാണ് ഗൈസ്. വണ്ടി കയറില്ല ഗൈസ്. വണ്ടി ലോക്കായി. കുഴപ്പമില്ല. ഇങ്ങനെ അങ്ങോട്ട് നിർത്താം ഗൈസ്. അപ്പോൾ ഗൈസ് അവൻ നമ്മളെ വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടി ഒന്ന് ശരിയാക്കാനായിട്ട് കൊണ്ടുപോകണം. അതിനായിട്ട് ആദ്യം നമ്മുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വീടിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഒന്ന് നോക്കട്ടെ. എൻ്റെ കൂട്ടുകാരൻ വിളിച്ചപ്പോൾ പറഞ്ഞത് അവൻ അവിടെ എന്തോ കാണിച്ചു വെച്ചേണ്ടെന്നാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ കയറിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ കയറി മുകളിലെത്തിയിട്ടുണ്ട്. ഇനി അവൻ അവിടെ എന്തെന്നൊക്കെ കാണിച്ചു വെച്ചേക്കണേയാവോ ഗൈസ്. കുഴപ്പമില്ല ഗൈസ്. ഇവിടെ ഞാൻ അവനോട് വീടിനായിട്ട് ഒരു ഭാഗം സെറ്റാക്കാൻ പറഞ്ഞപ്പോൾ അവനാക്കി വെച്ചത് ഗൈസ്. കുഴപ്പമില്ല, അവൻ ചെയ്തത് നല്ല കാര്യം തന്നെയാണ് ഗൈസ്. നമുക്ക് നേരെ ഇറങ്ങാം. ഗൈസ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്ത് ചാടിയാണ്. നമുക്ക് ഒരു കുഴപ്പമില്ല ഗൈസ്. നമ്മൾ സീനാണ്, നമ്മൾ വൈപ്പാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുത്ത് പുറകിലോട്ടേക്ക് വിടാം.
വണ്ടി നൈസായിട്ട് അവിടെ വെച്ച് ചെറുതായിട്ടൊന്ന് ഓഫായൊക്കെ പോയിട്ടുണ്ടായി. അപ്പോൾ നമുക്കിനി ശരിയാക്കണോടത്താ പോകണ്ടേ. അപ്പോൾ നമുക്ക് ശരിയാക്കി കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ ആ വണ്ടി ശരിയാക്കാനായിട്ട് കൊണ്ടുപോയപ്പോഴാണെങ്കിൽ നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞ് നമുക്ക് ഈ വണ്ടി തരാം, അവൻ ആ വണ്ടി കൊടുക്കുമെന്നാണ്. എന്തോ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലോട്ടേക്ക് നേരെ പോവാണ്. നമ്മുടെ വീടിൻ്റെ വഴി നോക്കുന്നില്ല, ഇവിടെ അടുത്ത് തന്നെയാണ് ഗൈസ്. നമുക്ക് സൂക്ഷിച്ച് കയറ്റണം ഗൈസ്. നമ്മൾ വണ്ടി എന്നും ഇടാറുള്ള സ്ഥലത്ത് തന്നെ ഇടണം. നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്ത് അങ്ങോട്ട് എടുത്ത് ഇപ്പം ഇടിച്ചേനെ. ശരിക്കും പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നതാണ്. ഞാൻ സൂക്ഷിച്ച് ഓടിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇട്ടേണ്ടായില്ല ഗൈസ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാളായിട്ട് ഒന്നും കിട്ടിയില്ല ഗൈസ് വീഡിയോ ഇടാനായിട്ട്. അപ്പോൾ നമുക്ക് ഇന്നാണ് കിട്ടിയത്. നമുക്ക് ഇനി ഡ്രിഫ്റ്റ് നോക്കാം. അവനെന്തോ നീ കാണിക്കണേ. അവനെന്തോ നീ കാണിക്കണം. അവനെന്താ പറ്റിയേ? സൂപ്പർ ആയിട്ടുണ്ട്. കൊടി എടുക്കട്ടെ. ആടി മേപ്പരാന്താടാ. ഗൈസ്, ഇതാണോ ബെസ്റ്റ്? ഇന്ത്യൻ ബൈക്കാണോ ബെസ്റ്റ് എന്ന് നിങ്ങൾ പറ ഗൈസ്. ഗൈസ് പിന്നെ 3 പെണ്ണിടിച്ചു വിടും. മോനെ എന്താ പറ്റിയേ? മോനെ പ്രാന്താണോ ഗൈസ്? നമുക്ക് നേരെ ഓടിപ്പോണം. മഴ കൊടി എടുക്കട്ടെ ഗൈസ്. കൊട വേണ്ട, ഇവിടെ ഇക്കാം. നമുക്ക് മഴയൊന്നൊരു ഇത്തിരിയല്ല. അപ്പോൾ ഞാൻ കുടയൊക്കെ തന്നെ എടുത്തിട്ടുണ്ട്. നമുക്ക് ആ കുട ഊരിയിട്ട് വണ്ടിയിലോട്ട് കയറാം. നമ്മുടെ വണ്ടിയാണെങ്കിൽ സ്റ്റാർട്ടാക്കിയിട്ട് നമ്മളാണെങ്കിൽ പോവാണ്. അവൻ എന്തൊക്കെയോ മണ്ടത്തരം അവിടെ കിടന്ന് കാണിച്ച്. ഏറ്റവും ലാസ്റ്റ് ആയപ്പോഴാണ് അവൻ്റെ ആ മണ്ടത്തരം തീർന്നത്. ഞാൻ പിന്നെ എൻ്റെ വീടിൻ്റെ ഷോറൂമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ആദ്യം വണ്ടി ഇവിടെ നിർത്തട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഷോറൂം ഗൈസ്. നമ്മളാണെങ്കിൽ പാവത്താനെ പോലെയാണ് റോട്ടിലൊക്കെ നടക്കണേ. നമുക്ക് ആദ്യം നമ്മുടെ ഈ വണ്ടിയിൽ അങ്ങോട്ട് കയറാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് നമുക്ക് അടുത്തതിൽ കയറാം. നമ്മൾ കയറിയ ഭാഗം ഒന്ന് തെറ്റിപ്പോയി ഗൈസ്. വണ്ടി ഇവിടെ നിന്ന് അനങ്ങൂല ഗൈസ്. ഞാൻ എത്ര റൈസ് മറ്റേ ആക്സിലേറ്റർമേയും പിടിച്ചാലും അനങ്ങൂല. പൈസ കൊടുക്കാണ്ട് നമുക്ക് വണ്ടി എടുക്കാൻ പറ്റൂല ഗൈസ്. എന്താണ് ഇവരിങ്ങനെ ഗൈസ്? നമുക്കപ്പോൾ പുറത്തോട്ടേക്ക് നാളെ കൊണ്ടുപോവാം ഗൈസ്. അത് നമുക്ക് നേരെ പുറത്തെത്തിയിട്ട് കാണാം. അപ്പോൾ ബൈ ഗൈസ്. അപ്പോൾ നമുക്ക് പുറത്തെത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ ഷോറൂമിൽ നിന്ന് നമ്മൾ ഇറക്കിക്കൊണ്ട് വന്നതാണ് നമ്മുടെ വണ്ടി. പിന്നെ നമ്മൾ പൈസ നമ്മുടെ മാല അങ്ങോട്ട് വിറ്റ് പൈസ ഉണ്ടാക്കി ഗൈസ്. നമ്മളെ വണ്ടി സീനല്ല ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.